ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല. ഈ സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ തിരിച്ചടിക്കും. ആര് ഒന്ന് മുള്ളാൻ അമേരിക്കയുടെ സഹായം വേണ്ട ആളുകളാണ് പറയുന്നത്. ആവശ്യമെങ്കിൽ സൈനിക നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം ഞങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നാണ് സൗദി അറേബ്യയുടെ മന്ത്രി ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സൈനിക നടപടി ആര്? സൗദി അറേബ്യ. ഏത് സൗദി അറേബ്യ? എന്തിനും ഏതിനും അമേരിക്കൻ സൈന്യത്തിന്റെ സഹായമില്ലാതെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പാങ്ങില്ലാത്ത സൗദി അറേബ്യ പേരാണ് ഞങ്ങൾ സൈനിക നടപടി സ്വീകരിക്കും. ആർക്കെതിരെ? ഇറാനെതിരെ. ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ വാർ ഉണ്ടല്ലോ, അത് പല തലങ്ങളിലേക്ക് തന്നെ ഇതിനോടകം തന്നെ വളരെ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വളരെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ അലി ലാരിജാനി അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മറ്റൊരു മിനിസ്റ്റർ, അദ്ദേഹത്തെ പേര് കൃത്യമായി ഓർക്കുന്നില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു പട്ടാള റെജിമെന്റിന്റെ തലവനും കൂടി ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതേസമയം ഇസ്രായേലിൽ നിന്നും ചില വാർത്തകൾ വരുന്നുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നും AI വീഡിയോസ് പുറത്തിറങ്ങിയതോടുകൂടി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് സംശയം വർദ്ധിച്ചു എന്നല്ലാതെ കാര്യമായിട്ട് സംശയം കുറഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അവരുടെ പല മിനിസ്റ്റർമാരും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ ഇതിനോടൊപ്പം തന്നെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇനി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ തന്നെ ആ വിവരം അടുത്ത കാലത്തൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതൊക്കെ യുദ്ധം കഴിയുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ അറിയാൻ പോകുന്നു. കാരണം അവരുടെ ഇസ്രായേലിൽ നിന്നുള്ള പല വാർത്തകളും സെൻസേർഡ് ആണ്. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ മിക്കതും എക്സിലൂടെയൊക്കെ ലഭിക്കുന്നതാണ്. എന്തായാലും വലിയ രീതിയിലാണ് ഈ യുദ്ധം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിചാരിക്കാത്ത പല മേഖലകളിലേക്കും ഇതിന്റെ വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന ചില വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലിലെ ബെൻ ഗുരിയൻ എയർപോർട്ടിലേക്ക് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു. We have to go. Inside now. ഈ ആക്രമണത്തിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങൾക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇന്ധനം കൈമാറുന്ന വിമാനങ്ങളുണ്ടല്ലോ, അതടക്കം നിരവധി വിമാനങ്ങൾക്ക് കേടുപാടുകളും പൂർണ്ണമായിട്ടുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പുറത്തേക്ക് വിട്ട വിവരം ആക്രമണം നടന്നു എന്നത് സത്യമാണ്. പക്ഷേ പറയത്തക്ക നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ ഇത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അക്രമം നേരിട്ട് കണ്ടവർ ഏറെ തരിച്ചുപോയെന്നും ഏറെ ഞെട്ടിപ്പോയെന്നുമാണ് പുറത്തു വരുന്നത്. അതേസമയം നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേലി ജനങ്ങൾക്ക് അത്ര വലിയ ജീവിത പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഹാപ്പിയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിലൊന്നും യാതൊരു വാസ്തവവും ഇല്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് ഭയന്ന് വിറച്ചുപോയ നാട്ടുകാർ മീഡിയക്കാരോട് പറഞ്ഞത് ഈ രാജ്യത്ത്, അതായത് ഇസ്രായേലിൽ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇതൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ മലയാളത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഗുരുതരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പാശ്ചാത്താപം ഉണ്ടാവുമല്ലോ, ആ പാശ്ചാത്താപത്തിന് ശേഷം നമുക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇസ്രായേലിലെ ജനങ്ങൾ മിക്കതും കടന്നു പോകുന്നതെന്നും അത്തരം ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും അതുകൊണ്ട് തന്നെ സൈറൺ മുഴങ്ങുന്ന ഈ സമയത്ത് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ അതീവ ഭയത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് എന്നാണ് ഒരു ഇസ്രായേലി പൗരനും കുടുംബവും കഴിഞ്ഞ ദിവസം മീഡിയയോട് പറഞ്ഞത്. יש פוסט-טראומטיים במדינה הזאת, והפוסט-טראומטיים לפעמים לא מצליחים לצאת, כי הם קופים במקום. אני לא הצלחתי, סבבה? לא הצלחתי לצאת. פתאום מתחילה האזעקה והכל, פתאום בום של החיים, פצצה, כל הלמטה של הבניין הלך. תשמעי, הלב שלי בבום, אנחנו כאילו... פחד אלוהים, אני נימולים בכל הגוף. ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ആ ദമ്പതികൾ കടന്നു പോയത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും തങ്ങൾ ഏറെ ഭയത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് വിഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ ഗസയിലും ഇറാനിലും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ആശയിക്കാം. ഇത്തരം ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഇസ്രായേലിൽ ഉള്ളത് കൊണ്ട് തന്നെ ജെറൂസലേമിലെ മുസ്ലിം പള്ളിയിൽ ഈദുൽ ഫിത്തറിന്റെ പ്രാർത്ഥന ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് അതുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും ജനങ്ങൾ ഈദ് നമസ്കാരം മസ്ജിദുൽ അക്സയുടെ പരിസരത്ത് വെച്ച്, അതായത് ജെറൂസലേമിലെ മുസ്ലിം പള്ളിയുടെ പേരാണ് മസ്ജിദുൽ അക്സ, ഈ അക്സയുടെ പരിസരത്ത് വെച്ച് നിർവഹിക്കണമെന്നും ജെറൂസലേമിലെ അൽ അക്സ മസ്ജിദിലെ പ്രഭാഷകൻ ഇക്രിമ സാബ്രി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഫത്വയിലൂടെ തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇത്തവണത്തെ ഈദ് നമസ്കാരം മസ്ജിദുൽ അക്സയിൽ വെച്ച് ഉണ്ടാവില്ല എന്ന്. അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യങ്ങൾ ഒട്ടും അവർക്കും ഇസ്രായേലികൾക്ക് പോലും അനുകൂലമല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അടുത്തൊരു സംഭവം വരുന്നത് ഗസയിൽ നിന്നാണ്. ഹമാസിനെ തകർത്തു, ഹമാസിനെ നിലപരിശാക്കി, ഹമാസിനെ ഇല്ലാതാക്കി എന്നൊക്കെ വീമ്പ് പറഞ്ഞ ആളുകളും അത് ഏറ്റുപിടിച്ച മലയാളത്തിലെ മീഡിയകളും മലയാളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഈ കാഴ്ച ഒന്ന് കാണണം. ഗസയിൽ ഇപ്പോഴും ഹമാസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഗസയിൽ ഉടനീളം ഹമാസ് പോലീസിനെ വിന്യസിക്കുന്നു, ചെക്ക് പോസ്റ്റുകൾ പണിയുന്നു, പുതിയ വാഹനങ്ങളും പുതിയ യൂണിഫോമൊക്കെ ആയി വളരെ സജീവ സാന്നിധ്യമാണ് ഇപ്പോഴും ഗസയിൽ ഹമാസ് എന്നുള്ളതാണ് അവിടുന്ന് പുറത്തു വരുന്ന പുതിയ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറൊരു വാർത്ത വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിൽ ഇന്നേ ദിവസം ഗൾഫ് രാജ്യങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു. യോഗം ചേരുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ നിലവിലെ ആക്രമണം എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും അതിഭീകരമായിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇറാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബേസ് ഉപയോഗിച്ചിട്ടാണ് ഇറാനിൽ ഇവരൊക്കെ ആക്രമണം നടത്തുന്നത്. അതിന്റെ പ്രതികാരം എന്നോണം ഇറാൻ ശക്തമായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ ആക്രമിക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് ഒരു യോഗം ചേർന്നിരുന്നു. പതിവ് പോലെ അവർ മന്തി കഴിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചർച്ച ചെയ്യാതിരിക്കാനും സാധിക്കില്ല, കാരണം ഇത് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. എന്തായാലും ചർച്ച ചെയ്തു കഴിഞ്ഞതിന് ശേഷം സൗദിയുടെ മന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് ഇറാനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല, ഈ സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ തിരിച്ചടിക്കും. ഒന്ന് മുള്ളാൻ അമേരിക്കയുടെ സഹായം വേണ്ട ആളുകളാണ് പറയണത്. ആവശ്യമെങ്കിൽ സൈനിക നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം ഞങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നാണ് സൗദി അറേബ്യയുടെ മന്ത്രി ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സൈനിക നടപടി സൗദി അറേബ്യ. ഏത് സൗദി അറേബ്യ? എന്തിനും ഏതിനും അമേരിക്കൻ സൈന്യത്തിന്റെ സഹായമില്ലാതെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പാങ്ങില്ലാത്ത സൗദി അറേബ്യ പേരാണ് ഞങ്ങൾ സൈനിക നടപടി സ്വീകരിക്കും. ആർക്കെതിരെ? ഇറാനെതിരെ. വളരെ ദുർഘടമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇഷ്ടം പോലെ സഹോദരന്മാര് അവിടെ പോയിട്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിന്റെ ഓരോ പങ്കും നമ്മളും പലപ്പോഴും പറ്റിയിട്ടുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ എന്ത് സംഭവിച്ചില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കോ സഹോദരന്മാർക്കോ നമ്മുടെ നാട്ടുകാർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്വാർത്ഥതയാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എൻഡ് ഓഫ് ദി ഡേ അത് സ്വാർത്ഥതയാണെങ്കിലും നിലവിലെ കണ്ടീഷനിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ലോകത്ത് സമാധാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളും, ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം കാണാമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.